ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മോർണിംഗ് സോങ് കഴിഞ്ഞു, എല്ലാവരുടെയും ഒരു എനർജറ്റിക് പെർഫോമൻസും കഴിഞ്ഞു, എല്ലാവരും എണീറ്റു. അപ്പൊ നമ്മുടെ ജബ്രി കോംബോ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഗബ്രി ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇന്നലെ ഒരു ബെഡിൽ ഉറങ്ങിയ നീ രാവിലെ ആയപ്പോ മാറിക്കിടന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. ഈ ഒരു കോൺവെർസേഷനിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് റോങ് അടിക്കുന്നത് ഇവർ ഈ ഒന്നിച്ചിരിക്കുന്നതോ മിണ്ടുന്നതോ ഒന്നുമല്ല. അത്രയും സദാചാരപ്രാന്തനൊന്നുമല്ല നമ്മളൊന്നും. ചില സമയത്ത് ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും പോലെ ഇവർ സംസാരിക്കും, ചില സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയും, ചില സമയത്ത് ഇൻഡിവിജ്വൽസ് ആണെന്ന് പറയും, അല്ലാത്തപ്പോ ഭാര്യനെയും ഭർത്താവിനെയും പോലെയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പ്രേക്ഷകരെയും അവരുടെ ഫാമിലീസിനെയും ബോധിപ്പിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ട്. ഇത് നമ്മൾ നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഓർത്തോണ്ടിരിക്കുന്നത് പുറത്ത് ഇവരുടെ ഒരു കോംബോ വമ്പൻ ഹിറ്റാണ്. അവരുടെ ക്യാമറ സ്പേസ് എപ്പോഴും ഇവർക്ക് കിട്ടുന്നുണ്ട്. നെഗറ്റീവോ പോസിറ്റീവോ എന്നില്ലാതെ ബിഗ് ബോസ് എല്ലാരെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർക്ക് മാത്രം അറിയാം. ജാസ്മിനും ഗബ്രിയും അത് ഒട്ടും മനസ്സിലാക്കുന്നില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈൽഡ് കാർഡോ വന്ന് ഹിന്റ് കൊടുക്കാതെ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒറിജിനാലിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഇവർ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പറയാം ട്രൂ ഫ്രണ്ട്സ്, റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നൊക്കെ. അങ്ങനെ ഒന്നും സംഭവിക്കാത്തടത്തോളം ഫേക്ക് ലവ് സ്ട്രാറ്റജി തന്നെയാണ് ഇത്. ലൈവ് കാണുന്ന സമയത്ത് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം അസഹനീയമാണ്.